എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എന്നോട് പുതിയ വീഡിയോക്ക് സ്വാഗതം ചെയ്യുന്നു. ഇன்றைக்கி അത്ര സന്തോഷമാണ് വാർത്തയിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്നോട് കണ്ടുപൂച്ചയ്ക്ക് ഭയങ്കര പനിയാണ്, ഫീവറാണ്. അപ്പോൾ അവരെനിക്ക് മുരുകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഓർത്താണ്. അവർക്ക് സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുപോകും. 4 മാസമായിപ്പോൾ കണ്ടിന്യൂ ആക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഡിസംബർ മന്തിൽ അവർ വേറൊരു പൂച്ച കടിച്ചതാണ്. അപ്പോൾ തൊട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്നോട് കണ്ടുപൂച്ച ഇങ്ങനെ സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ചുമല കളർ കൂടിനകത്ത് ഇട്ടുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഓർത്താണ്. സാധാരണ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകുവാൻ. അവർക്ക് വയ്യ, അത് കാരണം അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ അവരങ്ങനെ നിൽക്കതില്ല. ഞാൻ പറഞ്ഞ് എപ്പോഴും ഞാൻ പറയും. രാവിലെ കൊടുത്ത് പാലും കുടിച്ചില്ല. അവൾക്ക് പറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പറോട്ട കൊടുത്ത് പറോട്ടയും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നെ ചെയ്യും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അവൾക്ക് വേണ്ടി ഞാൻ എത്രമാത്രം കരയും. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം പെട്ടെന്ന് ചാച്ചൻ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പുറത്തൊരു ചായ കടയുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ചാച്ചൻ വന്ന ഉടനെ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുവാണ്. വന്ന ഉടനെ ഞാൻ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. ഇൻ്റെക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ 1 മണിക്ക് വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റൊക്കെ എടുക്കും. അപ്പോൾ ഇൻ്റെക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എപ്പോൾ പോയിട്ട് എപ്പോൾ വരാനാ ദൈവത്തിക്ക് അറിയും. പക്ഷേ എനിക്ക് പോകാൻ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടുക്ക് ഭയങ്കര സീരിയസാണ്. ഇല്ലാതെ അവരങ്ങനെ നിൽക്കത്തില്ല. സാധാരണ എന്നോട് കണ്ടുപൂച്ച ഇങ്ങനെ നിൽക്കത്തില്ല. ഇവരിപ്പോൾ കുറേ ശ്വാസം എടുക്കുവാണ്. അപ്പോൾ കുറേ ശ്വാസം എടുക്കുന്നത് കാരണം എനിക്കൊരു ഭയങ്കര പേടിയാണ്. ഇവരോട് കണ്ണീരും വരുവാണ്. ഇവർ 4 ദിവസം നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടില്ല. ശകലം കഴിച്ചിട്ടതേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ മത്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മത്തി ഞാൻ മേടിച്ചു കൊടുത്ത, പക്ഷേ അത്രയോ കഴിച്ചില്ല. 7-8 മത്തി കഴിക്കരുത് എൻ്റെ കണ്ടു. ഇപ്പോൾ ഒരു മത്തി പോലെ ഇപ്പോൾ കഴിക്കത്തില്ല. അത് കാരണം ഇനിയും കണ്ടു ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അന്ത ഡോക്ടർ സാധാരണ രാത്രിയിലാണ് ജോലി ചെയ്യുവാൻ. അപ്പോൾ കണ്ടുക്ക് പറോട്ട ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറോട്ടയും കൊടുത്ത് കണ്ടു അതും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ 5:30 സമയം. ഇപ്പോൾ ചാച്ചൻ വന്ന ഉടനെ ഞാൻ കണ്ടുവേം കൊണ്ടുപോകണം. ഇവർ ഇങ്ങനെ നിൽക്കതില്ല. ഇങ്ങനെ നിൽക്കത് പൂച്ച ഇല്ല. ഇവളോട് വ്യത്യാസം വന്നാൽ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. കണ്ടോ, അവരെന്തെന്തോ അറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പൂച്ചയുടെ ഫേസ് നോക്കുമ്പോൾ. അവരെന്തോ പറയുവാനോ ശ്വാസം കൂടുതൽ എടുക്കുവാനോ എനിക്കൊരു കാര്യം മനസ്സിലായി. പൂച്ചയ്ക്ക് ഭയങ്കര വയ്യ. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു. ഇതാണ് ഹോസ്പിറ്റൽ. ഒത്തിരി ആൾക്കാർ വരും. ഇപ്പം സമയം ഒരു 6 മണി കാണും. നമ്മളുടെ വീട്ടിലിരുന്ന ഒരു 15 കിലോമീറ്ററാണ്. ഹോസ്പിറ്റലിൽ വന്നാൽ കണ്ടുവാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കുറേ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു 8-9 ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുറേ ആൾക്കാരാവും. അപ്പോൾ ഇതിൻ്റെ ചേച്ചിയോട് പൂച്ചയ്ക്കും ഒരു സർജറി ചെയ്തിട്ട് ബാൻഡേജ് ചെയ്യുവാണ്. അപ്പോൾ അവിടുത്തെ വന്ന പട്ടിക്കും അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഇതെല്ലാം കണ്ട് പേടിച്ച് എന്നോട് മടിയിൽ വന്നിരിക്കുക, എന്നെയും കെട്ടിപ്പിടിച്ചിട്ട്. അവൾക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ ഒരു പൂച്ച കുഞ്ഞുണ്ട്. അതും കണ്ടം പൂച്ചയാണ്. അവരെയും വേറൊരു പൂച്ച വന്ന് കടിച്ച് അത് പാതി കടിച്ച് എടുത്തിട്ട്. ഇപ്പോൾ 2 മാസമായിട്ട് ഇവക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ അന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളുടെ സമയമായി ഡോക്ടറെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ബുക്കും ഡോക്ടർ കണ്ടിട്ട് ഇപ്പോൾ ഡോക്ടർ കണ്ടു ചെക്ക് ചെയ്യാൻ പോകുവാണ്. നല്ല ഡോക്ടറാണ്. ഇത് ജൂനിയർ ഡോക്ടറാണ്. സീനിയർ ഡോക്ടർ ഉണ്ട്. സീനിയർ ഡോക്ടർ വരാൻ വേണ്ടി കുറച്ച് താമസിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടർക്ക് കാണിച്ച് അന്ന് ഡോക്ടർ നല്ലപോലെ ചെക്ക് ചെയ്യുമായിരുന്നു. എനിക്കിട്ട് ചോദിച്ച് എന്തൊക്കെ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞ് 4 ദിവസം നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടില്ല, കരയുവാണ്, എപ്പോഴും ഉറങ്ങുവാണ്. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പുല്ല് കൊടുത്തായിരുന്നു. അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇപ്പം 4 ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം ട്രിപ്പിഡോണും പറഞ്ഞായിരുന്നു. കണ്ടുവാണെങ്കിൽ ഓടുന്നൊന്നുമില്ല. അവൾക്ക് അറിയും അവർ ഹോസ്പിറ്റലാണ് വന്നിട്ടിരിക്കുക. അങ്ങനെ അവൾക്ക് അറിയും. അപ്പോൾ ട്രിപ്പിട്ടായിരുന്നു കണ്ടുവയ്ക്ക്. ട്രിപ്പിട്ട് കഴിഞ്ഞിട്ടാൽ
കണ്ടു നോക്കാൻ വേണ്ടി കുറച്ച് പാടാ. പക്ഷേ നോക്കൊന്നുമില്ലേ, അവൾക്ക് ഇങ്ങനെ മറന്ന് അകത്ത് പോകുന്ന സമയത്തിൽ അവൾക്ക് അതൊക്കെ മനസ്സിലാവും. അത് കാരണം കുറച്ച് പാടാ. പക്ഷെ ഞാൻ നോക്കുക. ഒരു സൈഡിൽ നിൽക്കുന്നില്ല, അങ്ങോട്ടിയും ഇങ്ങോട്ടിയും അങ്ങനെ നിൽക്കുക. അത് റൗണ്ട് ടേബിൾ. അത് കാരണം ഞാൻ ഇങ്ങനെ നോക്കുക. ഇവിടെ ഇത് ട്രിപ്പിട്ടില്ലേ, ഇത് പാതി കളിയോണം, മുഴുവൻ തീർത്ത ആവശ്യമില്ല, പാതി കളിഞ്ഞാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പാതി ഹാഫ് ഫിനിഷ് ആകുമ്പോൾ പറയാൻ പറഞ്ഞു. അപ്പോൾ കണ്ടുകൂടെ ഹാഫ് ഫിനിഷ് ആയപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് എത്ര ഇഞ്ചക്ഷൻ വേണം, എന്തെന്ത് കാര്യത്തേക്ക് ഇഞ്ചക്ഷൻ വേണം. അപ്പോൾ ഇപ്പോൾ ട്രിപ്പിട്ട് കളിഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ എന്തുവാ, അങ്ങനെ ബെറ്റർ ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ഡോക്ടർ എഗെയിൻസ് വന്ന് ചെക്ക് ചെയ്ത് ഇനിയും ചെക്ക് ചെയ്ത് അവർ ഓടുന്നൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഡോക്ടർക്ക് പറഞ്ഞ് വിശപ്പ് വരാൻ വേണ്ടിയും ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ പറഞ്ഞ്. വിശപ്പ് വന്നാലില്ലേ ഇവർ ഫുഡ് കളിക്കും. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം നോക്കി പോയിട്ട് ഇഞ്ചക്ഷനും എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ കുത്തുവാണ്. ഒരു 5 ഇഞ്ചക്ഷൻ ഉണ്ട്, 2 സൈഡിലും കുത്തുവാണ്. കുറച്ച് അവർക്ക് വേദനയില്ല, അത് കാരണം അവർ കുറച്ച് കരയുവാ. 2 സൈഡിലും ഇഞ്ചക്ഷൻ അടിക്കുക. ഇവിടുത്തെ ഇപ്പോൾ കളിഞ്ഞ് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ അടിക്കുവാണ്. 2 സൈഡിലും അടിക്കുക ഇഞ്ചക്ഷൻ. ഡോക്ടറാണെങ്കിൽ നല്ല ഡോക്ടറാണ്, നല്ല നോക്കുവാൻ. ജൂനിയർ ഡോക്ടറാണെങ്കിലും നല്ല ഡോക്ടറാണ്, നല്ല നോക്കുക. വിശപ്പ് വരാൻ വേണ്ടി ഇനി നിൽക്കണോ, കൊണ്ടുപോകട്ടെ. ഫുഡ് കളിക്കുമോ ഇനി? അപ്പോൾ ഞാൻ ഡോക്ടർക്ക് ചോദിച്ചുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എല്ലാം ബെറ്റർ ആവും പറഞ്ഞു. അപ്പുറം ഞാൻ ഇവിടെ കൂടുതലാക്കി അപ്പുറം പോയിട്ട് പൈസയും പേ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇത് കുറേ ആൾക്കാരുണ്ട്. ഞാൻ വരുമ്പോൾ ഇത്രയും ആൾക്കാരില്ല. പക്ഷെ ഇപ്പോൾ സമയം 9 മണി കാണും. സമയം നോക്കില്ല, ക്ലോക്കില്ല ഇവിടെ നോക്കാൻ വേണ്ടി. 9 മണി സമയം കാണും. 9 മണി പോയാലും എന്നെ ചെയ്യും, നമ്മളോട് കണ്ടു നാങ്ങ നോക്കൊന്നുമില്ലേ. അപ്പോൾ ഇന്നേക്ക് ഞാൻ എന്നോട് വീഡിയോ അവസാനിക്കുവാണ്. എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ആയിട്ട് നിൽക്കുക. എന്നോട് കണ്ടുക്ക് വേണ്ടി പ്രേ ചെയ്യുക. എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.